இதுல கிழங்கு இருக்கா? பார்க்க முடியுமா? ஆமா, ஒரு என்ன பார்க்க முடியுமான்னு. இதுல கிழங்கு ആയിരിച്ചാ? ഭാഗ്യമുണ്ടെങ്കിൽ ഒരു ചെറിയ കിഴങ്ങ് നമുക്ക് കാണാം. വലിച്ചെടുക്കുക. ഇതാണ് കേട്ടോ. പെരുസാകും അല്ലേ? പെരുസാകും. ഉരുളക്കിഴങ്ങ് മാതിരി അവളോ പെരുസാകും. ഒരു മാസം ആകുമ്പോഴത്തേന് എവളോ പെരുസാകും. ഇവളോ പെരുസാകും. ഓ, അപ്പടി പെരുസാകും. വലിയ ഇത് കിട്ടും. ഒരു മാസം കഴിയുമ്പോഴത്തേന് നല്ല മുഴുത്ത ഉരുളക്കിഴങ്ങ് പോലത്തെ വലിയത് കിട്ടും കേട്ടോ. വലിയ മുഴുപ്പുള്ളത് കിട്ടും. ഇപ്പൊ ചെറുതാണ് കേട്ടോ. ഇപ്പം അത് വളരുന്ന സ്റ്റേജാണ്, അതുകൊണ്ട് ചെറുതാണ്. അപ്പൊ കുറച്ച് ഒരു മാസത്തോടെ കഴിയുമ്പോഴത്തേനും ഇവൻ അങ്ങോട്ട് വലുതാകും കേട്ടോ. വലുതായി വലിയ ഉരുളക്കിഴങ്ങ് പോലാകും. അപ്പച്ചൻ പറഞ്ഞു കേട്ടില്ല, അപ്പച്ചന്റെ കൂർക്കയുടെ വലിപ്പം എന്ന് പറഞ്ഞാൽ നല്ല ഉരുളക്കിഴങ്ങ് പോലത്തെ വലിപ്പമുള്ള സാധനമാണ് അപ്പച്ചന്റെ കൂർക്കയെന്ന് പറയുന്നത്. അത് നിസ്സാര സാധനമൊന്നുമല്ല. അപ്പൊ ഈ കഷ്ടപ്പാടിന്റെ വിലയെന്ന് പറയുന്നത് അതാണ് കേട്ടോ. ഇഷ്ടം പോലെ ചാലെല്ലാം ഇങ്ങനെ നീക്കി നീക്കി കൊണ്ടുപോകും. ഇവിടെ എല്ലാം ഡ്രൈ ആണ് കേട്ടോ. ഇതിനകത്തോട്ട് ഇങ്ങനെ വെള്ളം ഒഴിച്ചൊഴിച്ചൊഴിച്ച് കുത്തി കയറ്റി. അയ്യോ, കാലൊക്കെ താന്നു പോന്നു. காலு இப்படி குழிஞ்சு 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 போயிட்டே இருக்குது. இங்க ஒன்றும் தண்ணி வரலையா? இங்கிட்டு தண்ணி விடுமா? சரி சரி. അപ്പൊ ഇങ്ങോട്ടെല്ലാം ഇങ്ങനെ വെള്ളം ചാലിങ്ങനെ ഒഴിച്ചൊഴിച്ചൊഴിച്ച് വിടും. മാറി നിന്നേക്കാം, ഇല്ലെങ്കിൽ ചള്ള എല്ലാം കൂടെ എന്റെ ദേഹത്ത് തെറിച്ചു. അപ്പോൾ വേറൊരു സംഭവം കൂടെ നമ്മൾ കണ്ടു. ഇതുണ്ടോ, പയറാണ് കേട്ടോ. കുഞ്ഞു പയർ ചെടി, പാസിപ്പയർ എന്ന് പറയുന്നത്. അതായത് ചെറുപയറിന്റെ വേറൊരു വേർഷനാണ് കേട്ടോ. ചെറിയ പയർ, ചെറുപയറിനേക്കാളും ചെറുതാണ് പാസിപ്പയർ എന്ന് പറയും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉപയോഗിക്കുന്ന സാധനം ഇതാണ്. അതിൻ്റെ ഒരു തോട്ടമാണ് കേട്ടോ, പാസിപ്പയർ തോട്ടം. പാസിപ്പയർ കേട്ടോ, കടിച്ചു നിന്ന് നോക്കട്ടെ. നല്ല എളപ്പന, ഇഷ്ടംപോലെ കടിച്ചെടുക്കാൻ പറ്റും. നല്ല രസമാട്ടോ ഇത് ഇങ്ങനെ പച്ചയ്ക്ക് ഇങ്ങനെ തിന്നാനായിട്ട്. അപ്പോൾ മുഴുവൻ ചെളിയായി. ഞാൻ നല്ല അടിപൊളി വെള്ളമാണ് കേട്ടോ. കാലും കയ്യും എല്ലാം കഴുകുക. കൃഷിപ്പണിയൊക്കെ ചെയ്തു, കൃഷിപ്പണിയെല്ലാം ചെയ്ത് കാലും കയ്യും എല്ലാം കഴുകുക. അപ്പോൾ അപ്പച്ചന് പോവുകയാണ്. നമ്മളും ഇരുട്ടാറായി, അതുകൊണ്ട് നമ്മളും ഈ തോട്ടത്തിൽ നിന്ന് പോവാണ്. അപ്പം അപ്പച്ചൻ മോട്ടർ ഓഫ് ചെയ്യാൻ വേണ്ടി പോയതാണ് കേട്ടോ. വെള്ളം നിന്നു, അവിടെ പോയി മോട്ടർ ഓഫ് ചെയ്തിട്ട് ഇപ്പോൾ വരും. അപ്പം ഈ തോട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ തോട്ടത്തിൻ്റെ ചുറ്റുപാട് ഭയങ്കര രസമാണ്. മലകളും കുന്നുകളും ക്ഷേത്രങ്ങളും എല്ലാം ചേർന്ന ഒരു സ്ഥലമാണ്. വളരെ മനോഹരമാണ്. നിങ്ങൾ കണ്ടു നോക്ക്, ഇത്ര മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണെന്നുള്ളത് നിങ്ങൾക്ക് കാണുമ്പം, ചുറ്റി കാണുമ്പോൾ മനസ്സിലാവും. ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് നല്ല വ്യക്തമായിട്ട് മനസ്സിലാവും. நீங்க பனை ஏறுவீங்களா? இல்ல, ஏறாது. പിന്നെ വെച്ചിരിക്ക്, ആളെ വെച്ചിരിക്ക്. ശരി, ഇത് മുതലാളിയാണ് കേട്ടോ. ഈ പനയുടെ എല്ലാവരും മുതലാളിയാണ്. ഇദ്ദേഹം കേറത്തില്ല. ഇതാണ് ഇദ്ദേഹത്തിന്റെ പനയുടെ തോട്ടം എന്ന് പറഞ്ഞ ഇതാണ് കേട്ടോ.